നോ പെയിൻ നോ ഗെയിൻ. പക്ഷേ പലരും വേദന ഒഴിവാക്കും. അവസാനം കൂടുതൽ വേദനയിലേക്കാണ് അവർ വീഴുന്നത്. യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ തന്നെയാണ്. 40 വയസ്സാകുമ്പോൾ ഒരു കഴുകൻ്റെ കൊക്ക് അധികമായി വളർന്ന് വളയാൻ തുടങ്ങും. നഖങ്ങൾ ദുർബലമാകും, ചിറകുകൾ ഭാരമേറിയതായി മാറും. ഇനിയും വേട്ടയാടാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കഴുകൻ എത്തിച്ചേരും. ഈ സമയത്ത് കഴുകൻ്റെ മുന്നിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തേത് മരണമാണ്. രണ്ടാമത്തേത് കഠിനവും വേദനാജനകവുമായ മാറ്റം. പക്ഷേ കഴുകൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ മാർഗമായിരിക്കും. കഴുകൻ മലമുകളിലേക്ക് പറക്കും. ഒരു പാറയിൽ ചെന്നിരുന്ന് അതിൻ്റെ കൊക്ക് അടിച്ചു പൊട്ടിക്കും. പുതിയ കൊക്ക് വളരുന്നതുവരെ കാത്തിരിക്കും. പിന്നീട് നഖങ്ങൾ പറിച്ചെറിയും. അവസാനം ഭാരമേറിയ തൂവലുകൾ സ്വയം പിഴുതു മാറ്റും. അങ്ങനെ 150 ദിവസത്തെ കഠിനമായ വേദനയിലൂടെ 30 വർഷം കൂടുതൽ ജീവിക്കാൻ കഴുകൻ പ്രാപ്തനാകും. ഇന്ന് പല എക്സിക്യൂട്ടീവ്സും ലീഡേഴ്സും പ്രൊഫഷണൽസും ഇതേ തീരുമാനത്തിൻ്റെ മുന്നിലാണ്. ഒന്നുകിൽ സുഖകരമായതിൽ പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ അസൗകര്യം സഹിച്ച് മാറാം. സുഖകരമായതിൽ പിടിച്ചു നിന്നാൽ പതിയെ പതിയെ തകരും. അസൗകര്യം സഹിച്ച് മാറിയാൽ വീണ്ടും പറന്നുയരാൻ സാധിക്കും. വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴുകൻ മരണം അടുത്തെത്തുന്നത് വരെ കാത്തുനിന്നില്ല. ശക്തി ഉണ്ടായിരുന്നപ്പോഴാണ് ആ തീരുമാനമെടുത്തത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പാതയ്ക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് എപ്പോഴും ഓർക്കണം. മാറ്റം നിങ്ങളെ തേടി വരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാം. പക്ഷേ അതിൻ്റെ അനന്തരഫലം ജോലി നഷ്ടവും പ്രസക്തിയില്ലായ്മയും ബേൺഔട്ടും ആയിരിക്കും. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ശക്തിയുള്ളപ്പോൾ തന്നെ മാറ്റം തിരഞ്ഞെടുക്കണം. ട്രാൻസ്ഫോർമേഷൻ ഈസ് പെയിൻഫുൾ, ബട്ട് സ്റ്റാഗ്നേഷൻ ഈസ് ഫേറ്റൽ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.